പരമ്പരാഗതമായ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നലത്തെ കാഴ്ചകളുടെ ബാക്കി കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അബുദാബി കോർണിഷ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ കോർണിഷ്, മറീന മാള്, മറീന വാക്ക്, പിന്നെ അവിടുത്തെ യാച്ച് ക്ലബ്ബ്, ആ ഭാഗം എല്ലാം കവർ ചെയ്തു. കൂട്ടുകാരെ, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിലാണ്. കാരണം ഈ യാത്രയിൽ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിവിടെ ഷൂട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിയുള്ള എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാറുകളും ഷോപ്പുകളും റോഡുകളും റോഡരികിലെ നടപ്പാതകളും അതുപോലെ ക്യാമറകളും എല്ലാം ഈ വിഷ്വൽസിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്കത് കണ്ട് ആസ്വദിക്കാം. ഒരുപാട് രീതിയിലുള്ള പുതിയ മോഡലിലുള്ള പെട്രോൾ പമ്പുകൾ കാണാൻ കഴിയും. അതുപോലെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ചെയ്ത നടപ്പാതകൾ കാണാൻ കഴിയും. അതുപോലെ ട്രാഫിക് ലൈറ്റുകൾ, ട്രാഫിക് സിഗ്നലുകൾ, സീബ്ര ലൈനുകൾ, ട്രാഫിക് റോഡ് മാർക്കിങ്ങുകൾ, പാർക്കുകൾ, അങ്ങനെ നിരവധി അനവധി കാഴ്ചകൾ നമ്മുടെ ഈ ചെറിയ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇതാണ് പബ്ലിക് ബസ്സിൻ്റെ ഉൾവശം. AC ബസ്സാണ്. അതുപോലെ ക്ലീനാണ്, അതുപോലെ നല്ല സർവീസാണ്. കൃത്യമായ സമയങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്ന ബസ് കൃത്യസമയത്ത് തന്നെ നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായ സമയത്ത് തന്നെ നമുക്ക് എത്തിച്ചേരാനും പറ്റുന്നുണ്ട്. പിന്നെ ബസ്സിലെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിന്ന് യാത്ര ചെയ്താലും ഇരുന്ന് യാത്ര ചെയ്താലും നമുക്ക് ഒരൊലച്ചിലും ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ കയറിയാൽ 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നിന്നാലും നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലേ? ശരിയല്ലേ? ഈ കാണുന്നതാണ് അബുദാബി ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടൽ. വലിയ ഹോട്ടലാണ്. ഈ ഹോട്ടൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ കാണുന്ന ഈ ടവർ സമൂഹമാണ് എത്തിഹാദ് ടവേഴ്സ് എന്നറിയപ്പെടുന്ന ആ പ്രശസ്തമായ ആ ബിൽഡിങ്ങുകൾ ഇവയാണ്. ഈ ബിൽഡിങ്ങുകളുടെ തൊട്ടടുത്ത് കാണുന്നതാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ലോക പ്രശസ്തമായ ഹോട്ടലാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ഈ എത്തിഹാദ് ടവറും പ്രശസ്തമാണ് കേട്ടോ. നമ്മൾ ഏകദേശം മറീന മാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പബ്ലിക് ബസ്സുകൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇവർ കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. പബ്ലിക് ബസ്സിൻ്റെ നടത്തിപ്പും മെയിൻ്റനൻസും അബുദാബിയിൽ തന്നെ വന്ന് കണ്ടു പഠിക്കണം. ഇതേപോലെയുള്ള എത്രയോ ബസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ കട്ടപ്പുറത്തിരിക്കുന്നത്, തുരുമ്പെടുത്ത്. ഈ ബസ്സിൻ്റെ ഉത്തരവാദിത്തം ഒരു ഡ്രൈവർക്ക് മാത്രമാണ്. ഒരേ ഒരു ഡ്രൈവറാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഷെയ്ഖ് സൈദിൻ്റെ ഈ ഫോട്ടോ കണ്ടാൽ വിചാരിച്ചോണം നമ്മൾ മറീനയിലെത്തി എന്ന്. ഈ കാണുന്നതാണ് അബുദാബി മറൈൻ സ്പോർട്സ് ക്ലബ്ബ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യാച്ചുകളും ചെറു ബോട്ടുകളും വലിയ യാച്ചുകളും ഒക്കെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടാണ് ഏറ്റവും കൂടുതൽ യാച്ച് ബിസിനസ്സൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ അനുമതിയില്ലാത്തതിനാൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയില്ല. ഈ യാച്ചുകളും ബോട്ടുകളും ഒക്കെ വലിയ ഭീമമായ തുകകൾ മുടക്കി വാങ്ങിയിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന വലിയ കൊടിയുടെ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ പാസ് എടുത്തിറങ്ങി ഇവിടുത്തെ വീഡിയോയും ഒരു ദിവസം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. കൂട്ടുകാരെ, നമ്മൾ കാണാൻ വന്ന മറീന മാൾ ഈ കാണുന്നതാണ്. ഒരു വലിയ ഇലക്ട്രിക് ബസ് പോകുന്നു. മറീന മാളിൽ വന്നാൽ അനന്തമായ പാർക്കിംഗ് സൗകര്യങ്ങളും ബസ് സർവീസുകളും ലഭ്യമാണ്. ഇതാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് നടന്ന് കാഴ്ചകൾ കാണിക്കുന്ന വലിയ ബസ്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ ഒരു
ഫോട്ടോയൊക്കെ വെച്ചേക്കുന്നതാണ് ഇവിടെ. പൂക്കള് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് അടിപൊളി. ഇതാ മറീന മാളിലുള്ള സിഗ്നലാണ്. പരമ്പരാഗതമായ ഈ പണ്ട് ബോട്ട് കൊണ്ടുപോകത്തില്ലേ മീൻ പിടിക്കാൻ, ആ ബോട്ടായിരിക്കും. ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. പ്രധാനപ്പെട്ടതായി പറയേണ്ടതേ ഈ മരം ഗ്രൂം ചെയ്തേക്കുന്നുണ്ടല്ലോ. ഈ മരം കണ്ടില്ലേ, എത്ര വർഷങ്ങൾ കൊണ്ടാണെന്നറിയോ ഈ മരം ഇങ്ങനെ ആയത്. ഈ മരമില്ലേ, ഇതിങ്ങനെ ആയത് എത്ര വർഷങ്ങൾ കൊണ്ടാണെന്നറിയോ. അതിങ്ങനെ ചെറുപ്പത്തിലെ വെട്ടി 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 വലുതായപ്പം വെട്ടി 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 റൗണ്ടാക്കി. സൂപ്പർ വർക്കാണ് കേട്ടോ. ഈ മരം റൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ മരത്തിന് അടിവശം കണ്ടോ, നമുക്കേ ഇതിനകത്ത് കയറി ഇരിക്കാം, കിടക്കാം. കേട്ടോ, നല്ല സ്പേസായി ഈ മരത്തിനകം കേട്ടോ. ഇതിനകത്ത് ഈ മരത്തിൻ്റെ അകത്ത് നമുക്ക് കയറി ഇരിക്കാം, അതുപോലെ സ്പേസ് ആക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി ഗ്രൂമിങ് ആ മരം കേട്ടോ, പറയാനും. ഇതുകൊണ്ട് ഈ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഒരേപോലെ, സെയിം ഒരേപോലാണ് ആ മരത്തിൻ്റെ വലുപ്പം. അത് ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഗുഡ് മാർക്ക് 100 മാർക്ക് കൊടുത്തേക്കും. കാരണം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് 100% മാർക്ക് കൊടുത്തു. അവർ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. ഇത് വളരെ സിൻസിയറായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്താലേ ഇത് ഈ ഒരു രീതിയിൽ ഈ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റുന്നത്. കല്ലിപ്പണി ഇതാക്കിയെടുക്കാൻ പറ്റത്തില്ല. കണ്ടാ ഒരു മരത്തിൻ്റെയൊക്കെ ആ ഭംഗിയുള്ള മീൻ പിടുത്തം പാടില്ല. ഫിഷിങ് നോട്ട് അലൗഡ്. ആരെങ്കിലും ഫിഷിങ് ചെയ്താൽ അവൻ്റെ കാര്യം. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. അതിൻ്റെ സൈഡ് വാളം ഫെൻസായി കാണുന്നത്. എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ ആ ഫെൻസ് ആക്കാണ് നമ്മൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഫെൻസാണ്. ഞാനൊരു ബിൽഡിങ്ങിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ
ആ ബിൽഡിംഗ് കാണിച്ചു തരാം. അഡ്നോക്കിൻ്റെ ബിൽഡിംഗ്. അഡ്നോക്കിൻ്റെ എനിക്കൊന്ന് ഹെഡ് ഓഫീസാണ് തോന്നുന്നു. അഡ്നോക്ക് മേ ബി ഹെഡ് ഓഫീസ് കാണിക്കാം. വേണം ഇത് നമ്മൾ അടുക്കും തോറും അത് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ അടുത്ത് പോകാം. അന്യായ ഹൈറ്റ് ആവും. എത്ര ഫ്ലോറുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. എത്ര എന്തായാലും മറീന മാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴുള്ള നല്ല ക്ലൈമറ്റ് അവിടെ. നല്ല ക്ലൈമറ്റ്. കുറച്ച് വേറെ സ്വെറ്റിംഗ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് വലിയ ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയിലാണ്. നല്ല ഹാപ്പി മൂഡാണ് എനിക്കിപ്പോൾ. എന്താ നടന്നില്ല സൂപ്പർ പോലെ. അപ്പോൾ നമ്മൾ വീണ്ടും മറീന മാളിൻ്റെ അവിടെ നിന്ന് നമ്മൾ കോർണിഷിൻ്റെ വേറൊരു ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോർണിഷിൻ്റെ ഒരു ഭാഗത്തോട്ട്, കോർണിഷ് വന്ന് ചേരുന്ന ഭാഗമാണ് മറീന മാൾ. ഇനി തിരിച്ച് ഞാൻ കോർണിഷിൽ കൂടെ ഞാൻ താമസ സ്ഥലത്തോട്ട് പോവാം. അപ്പം ഇവിടുത്തെ ഈ ഒരു സൈഡ് കടലും അല്ല, രണ്ട് സൈഡ് കടലും നടുക്കൂടെ റോഡ്. എന്താ അടിപൊളിയല്ലേ? അവിടെ ഞാൻ താമസിക്കും. ഹംദാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അപ്പാർട്ട്മെൻ്റ് അവിടെ ഹംദാൻ സ്ട്രീറ്റ്. കുഴപ്പമില്ല, ഹാപ്പിയാണ്, നല്ല ഹാപ്പി. എൻ്റെ വ്യൂവേഴ്സിനെ അവിടെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഒരു ജോലിയാണ് നമ്മളെ വീഡിയോസ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. പച്ച വെളിച്ചം. ഈ കടലിന് പച്ച നിറം അല്ലേ? എന്താ പച്ച നിറത്തിലുള്ള കടല, കുരിശ് നിറമെന്നാണ് നമ്മൾ പറയുന്നത്. ആ ബിൽഡിംഗ് വീണ്ടും വലുതായി, വീണ്ടും വലുത്. എന്തായാലും നമ്മൾ നടന്ന് ഇത്രയും കാണിച്ചുണ്ട്. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ടേ, കാറിൻ്റെ ബോഡി വെച്ച ബോട്ട്. നമ്മളെ കാറിൻ്റെ ബോഡിയാണേ അവിടെ കിടപ്പുണ്ട്. കാറിൻ്റെ ബോഡി വെച്ച ബോട്ടാണ്, അതുപോലെ പണിഞ്ഞേക്കും. അത് കാണിച്ചത് ശരിക്കും ഞാൻ ടയേർഡായി കേട്ടോ. ടയേർഡായെന്ന് പറഞ്ഞാൽ നടന്നെനിക്ക് ഞാൻ ടയേർഡായി. എല്ലാം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയാണ്, ഫോർ മൈ വ്യൂവേഴ്സ്. ഈ സൈഡിൽ എമിറേറ്റ് പാലസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ് കാണുന്നത്. അത് നമുക്ക് വേറൊരു അവസരത്തിൽ കാണാം. കാരണം ഞാൻ ഒരുപാട് ടയേർഡായി. എനിക്ക് അവിടെ നടക്കാൻ പറ്റില്ല, എനിക്ക് കാറില്ലല്ലോ, വാക്കിംഗ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ കണ്ട് റെഡിയാക്കിയിട്ട് കാണും. കാറിൻ്റെ ബോഡിയുള്ള ബോട്ട്. ഇവിടുത്തെ ഒരു അഡ്വാൻസ് ഉണ്ടോ പബ്ലിക് ബസ്. എവിടെ പോകണമെങ്കിലും ബസ്സുണ്ട്. ഈ ബസ്സിൽ പോയാൽ മതി. ഈ കാർഡുണ്ടോ, ഈ ബസ് ആശ്രയിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. വെരി ഈസി ട്രാവൽ. കണ്ടിയും വീണ്ടും വലുതായോ? വീണ്ടും വലുതായി. കാറിൻ്റെ ബോഡിയുടെ മോഡലിൽ ബോട്ട് പണിയുന്നത്. ഞാനിവിടെ നിന്നാണ് നടന്നു വന്നതേ. കണ്ടോ, ഇത്രയേട്ട ഞാൻ നടന്നു വരുമായിരുന്നു. കണ്ടോ, ഇനിയും തിരിച്ച് ഞാൻ ഇതിലെയാണ് നടന്നു പോകുന്നത്. ഇത് കേട്ടോ, ഈ ബിൽഡിങ് നോക്കി. ഞാനിപ്പോഴേ എതിരെ നടക്കുന്നറിയോ? ഫോറസ്റ്റ് ഒന്നുമല്ല, ഇതിവിടെ ചെടി വെച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ, ചെടി വെച്ചിരിക്കുന്നുണ്ടോ? അത് ഫെൻസ് പോലെ ചെടി വളർത്തി ഇങ്ങോട്ട് വെച്ചിരിക്കും. ഫോറസ്റ്റ് ഒന്നുമല്ല കേട്ടോ, അടിപൊളിയല്ലേ. ഇനി ഞാൻ സെറ്റപ്പ് ഒരു സംഭവം കാണിച്ചു തരാമേ.
എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുട്ടികൾക്കും വേണമെങ്കിൽ മുതിർന്നവർക്കൊക്കെ എടുക്കാം. ഈ വാഹനം മാനുവൽ ഡ്രൈവിംഗ് ആണ്. ഇങ്ങനെ പെഡൽ വെച്ച് ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോകുന്ന ഒരു ഫാമിലി കാർ പോലെ. പിന്നെ ഇവിടെ അതിനുള്ള റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് കണ്ടോ. ഇത്രയും വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി കണ്ടില്ലേ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിതൊന്നുമില്ല. അതുപോലെ പൈസ ഉണ്ടെങ്കിൽ ജ്യൂസോ വെള്ളമോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ആവശ്യത്തിന് എടുക്കാം. പൈസ ഇടുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ പൈസ ഇടാം. ഇത് ഇവരുടെ ഒരു പുരാതനമായ നിർമ്മിതിയാണ്. അതിവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ കണ്ട് ആസ്വദിക്കാം. ഞാൻ അതൊരു ഇഷ്ടമുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി അതിനൊരു വീഡിയോ എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ചുറ്റും നടന്നു നോക്കി എന്താ സംഭവം അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എടുപ്പ് നിർത്തുക കൂട്ടുകാരെ. ഒരുപാട് ടയേർഡായി, റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അബുദാബി കോർണിഷ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ കോർണിഷ്, മറീന മാള്, മറീന വാക്ക്, പിന്നെ അവിടുത്തെ യാച്ച് ക്ലബ്ബ്, ആ ഭാഗം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.